നമസ്കാരം. ഷൈജൂസ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലുള്ള ബാരാപ്പോൾ പുഴയുടെ തീരത്താണ്. ഇപ്പോൾ വെള്ളം തീരെ കുറവാണ്, നല്ല കടുത്ത വേനലാണ്. മൺസൂൺ സമയത്തൊക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു പുഴയാണ്. ഇത് ഉത്ഭവിക്കുന്നത് കർണാടകയിലുള്ള ഒരു വലിയ ബ്രഹ്മനിരി മലനിരകളിലാണ് ഉത്ഭവിക്കുന്നത്. അവിടുന്ന് വനങ്ങളിൽ കൂടിയൊക്കെ ഒഴുകി കടൽക്കൂടിയൊക്കെ ഒഴുകി കേരളത്തിൻ്റെ അതിർത്തി ജില്ലയായ കണ്ണൂർ ജില്ലയുടെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടിയൊക്കെ ഒഴുകി അറബിക്കടലിലേക്ക് പോകുന്നു. ഇവിടെ തന്നെയാണ് ഈ ബാരാപ്പോൾ പുഴയിലാണ് KSEBയുടെ ഒരു മിനി വൈദ്യുതി പദ്ധതിയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ്, കാര്യമാണത്. നമ്മുടെ ബാരാപ്പോളിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ബാരാപ്പോളിൻ്റെ ഉത്ഭവ സ്ഥലമൊക്കെ വലിയൊരു പേര് കേട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. വാട്ടർ റാഫ്റ്റിങ്, അങ്ങനെ വാട്ടർ ടൂറിസത്തിനൊക്കെ പേര് കേട്ട ഒരു സ്ഥലമാണ് ബാരാപ്പോളിൻ്റെ ഉത്ഭവ സ്ഥലം. അത് കർണാടകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങൾ, അതായത് വിരാജ്പേട്ട, അങ്ങനെ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ അങ്ങോട്ട് യാത്ര ചെയ്യാവുന്നതാണ്. നമുക്ക് അതേക്കുറിച്ചൊരു വീഡിയോ പറയുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ ബാരാപ്പോളിനെ കുറിച്ചൊക്കെ ഒത്തിരി കഥകൾ, ബാരാപ്പോൾ പുഴയുടെ തീരങ്ങളെക്കുറിച്ച് ഒത്തിരി കഥകളൊക്കെ ഇങ്ങനെ കൊണ്ട് കാലങ്ങൾക്ക് മുതലേ പറഞ്ഞു കേൾക്കുന്നതാണ്. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽക്ക് ബാരാപ്പോളിൻ്റെ കഥയൊക്കെ ഉണ്ട്. കാരണം കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന ബാരാപ്പോളിൻ്റെ കരകളിൽ അവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന റെയിൽപ്പാളങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ആ പാളങ്ങളിൽ നിന്ന് മരം കൊണ്ടുപോയതാണ്. ആ പാളങ്ങളിൽ മൈസൂർ ഭാഗങ്ങളിലേക്കൊക്കെ ഈ കാട്ടിൽ നിന്ന് മരം മുറിച്ച് ബ്രിട്ടീഷുകാരുടെ ഒരു അങ്ങനെ ഉണ്ടാക്കിയാണ് പാളങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെ ആ റെയിൽപ്പാളത്തിൽ കൊണ്ടുപോകുമ്പോൾ ഒരു ബ്രിട്ടീഷ് ഫാമിലി പുഴയിലേക്ക് റെയിൽപ്പാളം മറിഞ്ഞ് മരിച്ചെന്നോ, അവരുടെ തീവണ്ടിയുടെ ബോഗിയെല്ലാം ഇപ്പോഴും വനത്തിനുള്ളിലെ ബാരാപ്പോൾ നദിയിൽ കിടപ്പുണ്ടെന്നൊക്കെ ഒരു പറച്ചിലൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. എന്താണെന്നും ആ ഭാഗത്തേക്കൊന്നും ഇപ്പം നിലവിൽ കർണാടക വനം വകുപ്പൊന്നും കടത്തി വിടുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ചിലപ്പം ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലത്തുണ്ടായിരിക്കുന്നതായിരിക്കും. കാരണം ഇങ്ങനെ പാളങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ സർവേ പണ്ട് മൈസൂർ തലശ്ശേരി റെയിൽവേ ലൈനൊക്കെ ഇതിലൂടെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് ബാരാപ്പോളിനെ കുറിച്ചുള്ള കൂടുതൽ കഥകളൊക്കെ ആയിട്ട് ഉടനെ തന്നെ അടുത്ത വീഡിയോയിൽ വരാവുന്നതാണ്.